ഹായ് ഗെയ്സ്, ഗുഡ് ഈവനിങ്. ഞാനൊരു പപ്പങ്ങ വാങ്ങിയായിരുന്നു. അപ്പോൾ അത് ചീത്തയാകുന്നതിന് മുമ്പേ നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം. വീട്ടിൽ മറ്റാരെങ്കിലും കഴിക്കുമെന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്ക് ഇത് ചിലപ്പോൾ ചീത്തയായിരിക്കും. അപ്പം ഞാൻ തന്നെ ഇത് കഴിച്ച് തീക്കണം. എൻ്റെ മകൾക്ക് ഇതിനോട് താല്പര്യമില്ല. അവളിപ്പം ബ്ലഡ് ദാനം ചെയ്ത് ബ്ലഡ് കൊടുത്തപ്പോൾ അവൾക്ക് വേണ്ടി വാങ്ങിയതാണ്. അവൾ തിന്നിട്ടില്ല, ഞാൻ തന്നെ തിന്ന് തീക്കേണ്ട അവസ്ഥ. കട്ട് ചെയ്ത് വെച്ച് കൊടുത്താലും ബുദ്ധിമുട്ടാണ് കഴിക്കാൻ. നാടനല്ല കേട്ടോ, വരവ് സാധനം. അത്ര വലിയ ടേസ്റ്റ് എന്ന് പറയാനൊന്നുമില്ല. ആരോഗ്യത്തിന് നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കൗണ്ട് കുറഞ്ഞവർക്കൊക്കെ കഴിക്കാൻ നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് വയറിന് തണുപ്പ് തരുന്ന സാധനമാണ് ഈ പപ്പായ. നമ്മൾ നാടൻ പപ്പായൊക്കെ നല്ല കുളിർമയും നല്ല മധുരമൊക്കെ ഉണ്ടാകും. ഇത് അത്ര മധുരമായിട്ട് എനിക്ക് തോന്നുന്നു. ഇത് വേറെ ഏതോ ഇനത്തിലുള്ളതാണെന്ന്. നമ്മളെ മഞ്ഞ പപ്പായല്ലേ, അതാണ് നാട്ടിൻ പുറത്തുള്ള പപ്പായ. ഞാൻ കാശൊന്ന് കാണിച്ചേരെ. ഈ ഒരു ചെറിയ പപ്പായക്ക് എത്ര 35-40 രൂപ എടുക്കും. എനിക്കിതിനോടൊന്നും താല്പര്യമില്ല. നമുക്ക് തീർത്തല്ലേ പറ്റുള്ളൂ. എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് പോയ സ്ഥലത്ത്, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ 20ാമത്തെ വയസ്സിൽ എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് പോയ സമയത്ത് അവിടെ ഇഷ്ടം പോലെ പപ്പായയും പൈനാപ്പിളും, അതാണ് ഏറ്റവും കൂടുതൽ അവിടെ ഉള്ളത്. ഞാൻ അവിടെ നിന്ന് വീട്ടിൽ വരുമ്പോഴത്തേക്ക് എൻ്റെ അമ്മ പറഞ്ഞു വിടുമായിരുന്നു, ഇച്ചിരി പൈനാപ്പിൾ കൊണ്ട് തരണേ. കാരണം അവിടെ റബ്ബർ തോട്ടത്തിൻ്റെ ഇടയിൽ പൈനാപ്പിൾ നട്ട് വളർത്തിയിട്ടുണ്ട്. പപ്പായയും അവിടെ ഇഷ്ടംപോലെ കിട്ടും. ഒരു തരം എന്താ പറയുക, ഒരു മലമേട് പോലെ റബ്ബർ തോട്ടത്തിൻ്റെ അവിടെയായിരുന്നു വീട്. പെട്ടെന്നൊന്നും നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഞാൻ ഉൾക്കൊണ്ട് നിന്നല്ലേ പറ്റുള്ളൂ, കെട്ടിച്ചുവിട്ട സ്ഥലമല്ലേ. അപ്പോൾ അവിടെ നിന്ന് ഇഷ്ടം പോലെ പൈനാപ്പിളും പപ്പായൊക്കെ തിന്നും മടുത്തതാണ്. അതുകൊണ്ട് ആ ലൈഫിൽ നിന്ന് ചേഞ്ചായിട്ട് ഇത് അധികം കഴിക്കാറില്ല. അപ്പോൾ ഗൈസ്, health is the secret of my energy. Okay, my energy. ഞാൻ തന്നെ കഴിച്ച് തീക്കണം ഗൈസ്. ഇപ്പം കഴിഞ്ഞു, എത്രയും പീസ് കൂടെ ഉള്ളൂ. ഓക്കെ ഗൈസ്.